ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി S24 ആണ്. നോർമലി കണ്ടുവരുന്ന കണക്ക് ബ്ലാക്ക് ബോക്സിൽ തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിവൈസ് കാണാനായിട്ട് പറ്റും. കോമൺലി രണ്ട് പ്രോസസ്സർ വേരിയൻറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒന്ന് സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റും ഒന്ന് എക്സിനോസ് വേരിയൻറ്റും. നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സിനോസ് വേരിയൻ്റ് ആണ്. രണ്ടും ഒരു 4nm പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. കോൾകോമിൻ്റെ ആണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് വരുന്നത്. എക്സിനോസിൻ്റെ ആണെങ്കിൽ 2400 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരുന്നത്. GPU വരുന്നത് ആൻഡ്രിനോ 750യും എക്ലിപ്സ് 940യും ആണ്. അതുപോലെ തന്നെ ഒരു അലൂമിനിയം ഫ്രെയിമിലാണ് വരുന്നത്. അടിയിലായിട്ട് നമുക്ക് USB-C ടൈപ്പ് പോർട്ടും സിം ട്രേയും അതുപോലെ സ്പീക്കർ ഗ്രില്ലും കാണാം. ടോപ്പിലായിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് മൈക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ പവർ കീയും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് കീയും കാണാൻ പറ്റും. കോമൺലി കണ്ടുവരുന്ന നമുക്ക് ട്രിപ്പിൾ ക്യാം സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. വിത്ത് ഡെഡിക്കേറ്റഡ് ഫ്ലാഷ് വരുന്നുണ്ട്. പിന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻറ്റ് 128, 256, 512 വേരിയൻ്റൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് 128 വേരിയൻറ്റിൽ UFS 3.1 ആണ് സ്റ്റോറേജ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ വേരിയൻറ്റിലും UFS 4.0 ആണ് വരുന്നത്. ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നില്ല. 167-68 ഗ്രാമോളമാണ് വെയിറ്റ് വരുന്നത്. പിന്നെ ഒട്ടുമിക്ക എല്ലാ 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ IP68 വാട്ടർ റെസിസ്റ്റൻറ്റും വരുന്നുണ്ട്. 1.5 മീറ്റർ വരെ 30 മിനിറ്റ് വരെയാണ് പറയുന്നത്. ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഒപ്പം ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPയുടെ സപ്പോർട്ടുണ്ട്. കൂടാതെ 120 Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 2x ഡിസ്പ്ലേ ആണ്. 2600 നിറ്റ്സ് വരെയാണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. ഡിസ്പ്ലേ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 6.2 ഇഞ്ചസ് ആണ്. 416 PPI ഡെൻസിറ്റി വരുന്നത്. ആൻഡ്രോയിഡ് 14 വരുന്നുണ്ട്. 7 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പറയുന്നുണ്ട്. One UI 6.1 ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. ട്യൂൺഡ് ബൈ AKG ആണ് വരുന്നത്. 3.5mm ജാക്ക് വരുന്നില്ല. അത് നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. അണ്ടർ ഡിസ്പ്ലേ ആണ്. അൾട്രാസോണിക് ആണ് വരുന്നത്. മെയിനായിട്ടുള്ള എല്ലാ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാറ്ററി കപ്പാസിറ്റി വരുമ്പോൾ 4000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ വയേർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 50% ചാർജൊക്കെ 30 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. പിന്നെ വയർലെസ് ചാർജിങ് 15 വാട്ട്സാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 4.5 വാട്ട്സിൻ്റെ റിവേഴ്സ് ചാർജിങ്ങും വരുന്നുണ്ട്. NFC, വൈഫൈ, ബ്ലൂടൂത്ത് 5.3 കൂടാതെ USB-C 3.2 പോർട്ടാണ് വരുന്നത്. ഡിസ്പ്ലേ പോർട്ട് 1.2 ആണ്. ബോക്സിൽ അധികമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ വേറെ ബോക്സ് വരുന്നുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന നോർമലായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന സംഭവങ്ങൾ തന്നെയാണ്. സിം ഇജക്ടർ ടൂൾ വരുന്നുണ്ട്. കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. കൂടാതെ നമുക്ക് വേണ്ടിയിട്ടുള്ള ചാർജിങ് കേബിളും വരുന്നുണ്ട്. ചാർജർ ബോക്സിൽ അവൈലബിൾ അല്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടതായിട്ട് വരും. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു കേബിളാണ്. C to C തന്നെയാണ് വരുന്നത്. മെയിൻ ക്യാമറയായിട്ട് ട്രിപ്പിൾ ക്യാം സെറ്റപ്പാണ് വരുന്നത്. 50 MBയുടെയാണ് മെയിൻ ക്യാമറ വരുന്നത്. 24mm വൈഡാണ്. 1.8 ആണ് അപ്പാർച്ചർ വരുന്നത്. ഡ്യുവൽ പിക്സൽ PDF-ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. OIS-ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. കൂടാതെ 10 MBയുടെയാണ് ടെലിഫോട്ടോ ലെൻസ് വരുന്നത്. അതും PDAF-ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. OIS സപ്പോർട്ട് വരുന്നുണ്ട്. 3x വരെ ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 12 MBയുടെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ 8K 30 ഫ്രെയിംസ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ 4K 3060 ഫ്രെയിം ഫുൾ HDയിൽ നമുക്ക് 240 FPS വരെ എടുക്കാം. ഫ്രണ്ടിലായിട്ട് 12 MBയുടെ ഒരു ക്യാമറയാണ് വരുന്നത്. 26mm വൈഡായിട്ടുള്ള PDF-ൻ്റെ സപ്പോർട്ട് കൂടിയ ഡ്യുവൽ പിക്സൽ ക്യാമറ തന്നെയാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് 4Kയിൽ 60 ഫ്രെയിംസ് വരെയുള്ള വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടും വളരെ നല്ലൊരു ഡിവൈസ് തന്നെയാണ് S24 സീരീസിലെ ഈ ഡിവൈസ് എന്ന് പറയുന്നത്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.